വയനാട് ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ വീടുകൾ നഷ്ടപ്പെട്ട 30 കുടുംബങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ നിർമ്മാണ ധനശേഖരണാർത്ഥം യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ധോത്തി ചലഞ്ചിന് അടിമാലിയിൽ തുടക്കമായി. DCC ജനറൽ സെക്രട്ടറി KI ജീസസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായ വയനാട് ചൂരൽമല ഉരുൾപൊട്ടലിൽ ഒറ്റ രാത്രി കൊണ്ട് നിരവധി ആളുകൾക്കാണ് കിടപ്പാടം നഷ്ടമായത്. തുടർന്ന് ചൂരൽമലയിൽ നടന്ന രക്ഷാപ്രവർത്തനത്തിനിടെ വീടുകൾ നഷ്ടപ്പെട്ട 30 കുടുംബങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് ഉറപ്പു നൽകി. സംസ്ഥാനത്തെ മുഴുവൻ മണ്ഡലം കമ്മിറ്റികളിലും വ്യത്യസ്തമായ ചലഞ്ചുകളിലൂടെയാണ് നിർമ്മാണത്തിനാവശ്യമായ തുക കണ്ടെത്തുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായാണ് യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റി ഓണക്കോടി വയനാടിനെന്ന ലക്ഷ്യവുമായി ധോത്തി ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. ഗുണമേന്മയുള്ള കോട്ടൺ, പുളിയിറക്കോണം മുണ്ടുകൾ വിൽപ്പന നടത്തി അതിൽ നിന്നും ലഭിക്കുന്ന ലാഭവിഹിതം വീട് നിർമ്മിക്കുന്നതിനായി സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറും. ധോത്തി ചലഞ്ചിന്റെ ഭാഗമായുള്ള വിതരണോദ്ഘാടനം അടിമാലിയിൽ DCC ജനറൽ സെക്രട്ടറി KI ജീസസ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബാബു P കുര്യാക്കോസിന് കൈമാറി നിർവഹിച്ചു. ഇത്തരം ചലഞ്ചുകൾ മാതൃകാപരമാണെന്നും കഴിയുന്നത്ര ആളുകൾ ചലഞ്ചിന്റെ ഭാഗമായി വയനാടിന് കൈത്താങ്ങാകണമെന്നും KI ജീസസ് പറഞ്ഞു. നമുക്കെല്ലാവർക്കും ഏറെ വേദന ഉണ്ടാക്കിയ ഈ നാടിനെ നടുക്കിയ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ സർവവും നഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വയനാട്ടിലെ പ്രിയപ്പെട്ട ചൂരൽമലയിലെയും അതേപോലെ ആ പ്രദേശത്തെ ആളുകളുടെ എല്ലാ സർവവും നഷ്ടപ്പെട്ട ആളുകളെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നാട് മുഴുവൻ ഉണർന്ന് പ്രവർത്തിച്ചപ്പോൾ ആ നാടിനെ അതിനോടൊപ്പം പങ്കുചേർന്ന ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് 30 വീട് നൽകാമെന്ന്. ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അലൻ നിതിൻ സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷിൻസ് എലിയാസ്, DCC ജനറൽ സെക്രട്ടറി TS സിദ്ദിഖ്, DCC അംഗം KP അസീസ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് APK വർഗീസ്, ജില്ലാ പഞ്ചായത്ത് അംഗം സോളി ജീസസ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് രാജീവ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ കനകൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.